കുട്ടിയെ തന്നിലേക്ക് ചാർത്തി പിടിക്കുക. ഒരു നിർജീവ വസ്തുവിനോട് ആ സന്ദർഭത്തിൽ പ്രവാചകൻ കാണിച്ച കാരുണ്യം. നമ്മൾ പൊട്ടിക്കുക ബോംബുകളും. ആരാ മരിക്കണത്? എത്രയെത്ര പൊതുമുതല നശിപ്പിക്കപ്പെടുന്നത്, എത്രയെത്ര ദുർബലരായ വൃദ്ധന്മാരാ മരിക്കുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. പിഞ്ചു മക്കൾ എത്രയാ ഒരു കാരണം കൂടാതെ സ്കൂളിലേക്ക് പോകുന്ന മക്കള്, സ്കൂളിലേക്ക് പഠിക്കാൻ പോവുക. അവിടെയും പേരെന്താണ്? അത് ഇസ്ലാമിന്റെ പേരിലുള്ള ജിഹാദുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. ആരും ആകട്ടെ, ഇതൊന്നും ഇസ്ലാമികമല്ല സഹോദരന്മാർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഈത്തപ്പന മരത്തെ ആ കുട്ടിയെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. എന്നിട്ടോ കരച്ചിൽ നിർത്തുമ്പോ കുട്ടികൾ ഇങ്ങനെ തേങ്ങി കരയല്ലോ, അങ്ങനെ തേങ്ങി കരച്ചിൽ അങ്ങോട്ട് നിർത്തി ആ ഈത്തപ്പന മരം. റസൂൽ പറയാ കാനത്ത് തബ്കി അലാ മാ കാനത്ത് തസ്മഉ മിന ദിക്രി അൻദഹാ. അതിന്റെ അടുത്ത് നിന്നുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം ഞാൻ പരലോകം പറഞ്ഞത്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്. അത് ഇന്ന് ഓർത്തിട്ട് കരഞ്ഞതാണ്. ഇമാം ബുഖാരിയുടെ 3584 ഹദീസാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മറക്കുമ്പോഴേക്കിന് ഇസ്ലാം ദീൻ തകരുന്നില്ല, നമ്മൾ തകർക്കാൻ മതി. ഒരിക്കലും ഇസ്ലാമിനൊരു കോട്ടം സംഭവിക്കൂല. ഇന്നതാണ് ഇസ്ലാം എന്ന് നമ്മൾ അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ജാഅത്ത് മിസ്കീനത്തുൻ, ഒരു സാധുവായ സ്ത്രീ എന്റെ അടുക്കിലേക്ക് വന്നു. തഹ്മിലു ഇബ്നതൈനി ലഹാ, ആ സ്ത്രീയുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്, 2 ചെറിയ കുട്ടികളും. ഫഅത്അംതുഹാ സലാസ തംറാത്ത്, ഈ വന്ന സ്ത്രീക്ക് ഞാൻ 3 ഈത്തപ്പഴം കൊടുത്തു. ആ സ്ത്രീയുടെ കൂടെ 2 കുട്ടികളുണ്ട്. ഫഅഅതതു കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറതൻ, ആ സ്ത്രീ എന്താ ചെയ്തത്? 3 ഈത്തപ്പഴത്തിൽ 2 ഈത്തപ്പഴം 2 പെൺകുട്ടികൾക്ക് ഓരിച്ചു കൊടുത്തു. 2 കുട്ടികളും അവർക്ക് കൊടുത്തേ തിന്നു. 3-മത്തേത് ഈ സ്ത്രീ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ വായിലേക്ക് ഉയർത്തിയപ്പോൾ ആ പെൺകുട്ടികളെ ചോദിച്ചു, ഉമ്മാന്റെ ഓഹരി തിന്നുമ്പോ കുട്ടികളെ ചോദിച്ചു. ആ സ്ത്രീ ആ ഈത്തപ്പഴം 2 കഷ്ണമാക്കി. അല്ലത്തി കാലത്ത് തുരീതു അൻ തൗകുലഹ, അവൾ തിന്നാൻ ഉദ്ദേശിച്ച ആ ഈത്തപ്പഴം മുറിച്ചും 2 കുട്ടികൾക്കായി കൊടുത്തു. ഇതെനിക്ക് വലിയ ഇഷ്ടമായി, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. എന്നിട്ട് അവർ പറയുന്നു, പ്രവാചകൻ വന്നപ്പോ ഈ സംഭവം നടക്കുമ്പോൾ റസൂൽ വീട്ടിലില്ല. ഞാൻ പ്രവാചകനോട് വിവരം പറഞ്ഞു. ഫഖാല, അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ ആതഖഹാ ബിഹാ മിനന്നാർ. ആ പെൺകുട്ടികൾക്ക് തന്റെ വായിലേക്ക് ഉയർത്തിയ ഈത്തപ്പഴം മുറിച്ച് കഷ്ണമാക്കി കൊടുത്തതിന്റെ പേരിൽ അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മത്തിലെ മെമ്പർമാരായ നമ്മുടെ കൈകളിലൂടെ ഒരു പെൺകുട്ടി മരിക്കാന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമിന്റെ പേരിൽ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ, പഠിക്കണ്ടേ. അപ്പൊ പിന്നെ പ്രവാചക ചരിത്രത്തിൽ ഏതെങ്കിലും ചില രംഗങ്ങൾ ഉണ്ടാകും പ്രവാചകൻ കൊല്ലാൻ കൽപ്പിച്ചത്. ശരിയാണ്, അതിന് ചില സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രവാചകനായി ജീവിച്ചിട്ടും ഒരുപാട് കൊല്ലം യുദ്ധങ്ങൾ നടത്തിയിട്ടും തന്റെ കൈ കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്, ഒരൊറ്റ ആള് മാത്രം. അതിനും അതിൻ്റെതായ കാരണമുണ്ട്, അതിൻ്റെതായ സാഹചര്യങ്ങളുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം എന്താ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉള്ളവരാകുക, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മമുള്ളവരാവുക, വതവാസൗ ബിൽ ഹഖ്, ഈ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, വതവാസൗ ബിസ്സബ്ർ, അവിടെ ക്ഷമ അവലംബിക്കുക. നമ്മോട് ആവശ്യപ്പെട്ട കാര്യം അതാണ്. ഇനി ഒരു നാട്ടിൽ ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയില്ലെങ്കിലോ നമ്മൾ ഹിജ്റ പോകണം, അവിടെ പ്രശ്നം ഉണ്ടാക്കലല്ല. ആ നാട് വിട്ടവൻ പോകണം. എന്നിട്ട് പോയിട്ട് വീണ്ടും ഇസ്ലാമിന്റെ പേരിൽ ഇവിടുന്ന് അങ്ങോട്ട് മർദ്ദനം ഉണ്ടാകുമ്പോൾ ഇസ്ലാമികമായ ചുറ്റുപാടും സൊസൈറ്റിയും ഉണ്ടെങ്കിൽ അവന് അതിൻ്റെതായ നിയമങ്ങളും വഴികളും സ്വീകരിക്കാം. അതല്ലാണ്ട് ഒരാൾ AK-47 എടുത്തു പോവുക, ഇവിടെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോവുക, വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുക, ഇസ്ലാമിൻ്റെതായ സാമൂഹികമായ ചുറ്റുപാടുകളും വ്യക്തിപരമായ കടമകളും ബാധ്യതകളും എല്ലാം മറന്നുകൊണ്ട് ഞാനിതാ ജിഹാദിന് പോകുന്നു എന്ന് പറഞ്ഞു പോകൽ ഇസ്ലാം പഠിപ്പിച്ച ആദർശമല്ല. അത് അങ്ങനെ മാറി നിൽക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. ഇവിടെയാണ് പെൺകുട്ടികളോട് കാണിച്ച സ്നേഹം, അതിന്റെ പേരിൽ സ്വർഗമെന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ ഉമ്മത്തിലെ മെമ്പർമാരാ നമ്മൾ. യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ പോലും പ്രവാചകന്റെ നിർദ്ദേശങ്ങളില്ലേ, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്,
നിങ്ങൾ ആരാധനാ മഠങ്ങളിൽ നിൽക്കുന്ന പൂജാരിമാരെ കൊല്ലരുത്, മരങ്ങളും കൃഷിയിടങ്ങളും കത്തിച്ച് നശിപ്പിക്കരുത്. എന്തെല്ലാം നിർദ്ദേശങ്ങളാ ഇന്നത്തെ ജിഹാദ് നടക്കുമ്പോൾ ഇതിൽ ഏതാ നോക്കാറുള്ളത്, ഏതാ പരിഗണിക്കാറുള്ളത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇസ്ലാമിന് അപമാനവും ഇസ്ലാമിന് ചീത്തപ്പേരും ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ കൂടുതൽ തെറ്റിദ്ധരിക്കുവാൻ ഇടവരുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ള പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇന്നത്തെ സ്നേഹികളുടെ ഭാഗത്ത് പലപ്പോഴും കാണാറില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇന്നംറഅതൻ ഉജിദതു ഫീ ബഅലി മഗാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളിൽ ചില യുദ്ധങ്ങളിലൊക്കെ യുദ്ധിയാൽ അവിടെ ഒറ്റപ്പെട്ട സ്ത്രീകൾ മരിച്ചു കിടക്കുന്നത് കാണാം. പ്രവാചകൻ പറയാം, ഫഅൻകറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ല നിസാഇ വസ്സുബിയാൻ, അവിടെ പ്രവാചകൻ പ്രത്യേകം കൽപ്പിച്ചു, നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒന്നിച്ചു ധരിക്കുന്ന ഒരു ഹദീസാണ്. പ്രവാചകന്റെ ആവശ്യം എന്താ? അവരും ഇസ്ലാമിലേക്ക് വരണം, ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഇസ്ലാമിന്റെ ആവശ്യം, അതാ പ്രവാചകന്റെ ആവശ്യം. ജനങ്ങൾ ഇസ്ലാമിനെ അറിഞ്ഞു പരലോകം രക്ഷപ്പെടണം, നരകത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കണം, സ്വർഗത്തിലേക്ക് എത്തുവാനും സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്റെ മുഖ്യ ശത്രുക്കളായിരുന്നില്ല ജൂതന്മാര്, മദീനയിൽ കരാർ ലംഘിച്ച ജൂതന്മാര്, അവരോട് ആ ബനൂ ഖുറൈള യുദ്ധമുണ്ടായത്. പല യുദ്ധങ്ങൾക്കും കാരണം ജൂതന്മാരും നസ്വാറാക്കളുമായിരുന്നു. പക്ഷേ ജൂതന്റെ കുട്ടി അസുഖമായി മരിക്കാൻ നേരമായപ്പോ പ്രവാചകൻ അടുത്തു ചെന്നു. എന്താ പറഞ്ഞത്? അസ്ലു, നീ മുസ്ലിമാക്, നീ മുസ്ലിമാക്. അതാണ് ഇസ്ലാമിന്റെ ആവശ്യം. ആ പ്രവാചകൻ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിമാകണം. ഫനളറ ഇലാ അബീഹി, അപ്പൊ ആ കുട്ടി, ജൂതന്റെ കുട്ടിയാ, റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അല്ല, റസൂൽ ആ കുട്ടിയുടെ വാപ്പയായ ജൂതൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ വാപ്പ മോനോട് പറയാം, മോനെ അത്യ അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ, അതായത് മുഹമ്മദ് നബിയെ അനുസരിച്ചോ. ഇത്രയും കാലം ശത്രുവായി നിന്ന, ഇത്രയും കാലം ശത്രുവായി കണ്ട ആ പ്രവാചകൻ വന്നുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ മരണസന്ദർഭത്തിൽ കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊടുക്കാൻ ആ പ്രവാചകൻ വന്നപ്പോ ആ പ്രവാചകൻ അനുസരിക്കാൻ മകനോട് ജൂതൻ കൽപ്പിക്കുക. മനസ്സ് മാറി. അവിടെ വാളല്ല വേണ്ടത്, അവിടെ വടിവാളല്ല വേണ്ടത്, അവിടെ കത്തിയും ബോംബും അല്ല വേണ്ടത്. ആ കുട്ടി എന്തെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. നമ്മൾ കാരണം ഒരാൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാണ്. എന്ത് പറഞ്ഞിട്ട്? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ഈ കുട്ടിയെ നരകത്തിൽ നിന്നും സംരക്ഷിച്ച, കാത്തുരക്ഷിച്ച അല്ലാഹുവിന്റെ സർവസ്തുതിയും. നമ്മുടെ ഏതെങ്കിലും ഒരു സ്വഭാവം കൊണ്ട്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടും, നമ്മുടെ ഒരു ക്ഷണം കൊണ്ടും, നമ്മുടെ ഒരു കൽപ്പന കൊണ്ട്, നമ്മുടെ ഒരു നിർദ്ദേശം കൊണ്ടും, നമ്മുടെ ഒരു ഉപദേശം കൊണ്ടും ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ പുറത്തുള്ള വഴിയിൽ നിന്ന് ഇസ്ലാമിന്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ സമീപനങ്ങൾ, സ്വഭാവങ്ങൾ ഏത് നിലക്ക നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇന്ന് റിയാലി എന്നറിയപ്പെടുന്ന ആ ഭാഗത്തുള്ള യമാമ പ്രദേശത്തുകാരനായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ്. അത് മക്കയിലേക്ക് അദ്ദേഹം പോകുന്നത് ഇന്ന് നമ്മൾ ബുറൈദ എന്നറിയപ്പെടുന്ന ആ മേഖലയിലൂടെ, മദീനയുടെ വഴിയിലൂടെയാണ് മക്കയിലേക്ക് പോകുന്നത്. പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഅസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൻ, പ്രവാചകൻ ചെറിയ ഒരു കുതിരപ്പടയെ, അങ്ങനെ കുറച്ച് ആളുകളെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ, നജിദിന്റെ ഭാഗത്തേക്ക്. അങ്ങനെയാണ് ഈ ഇവിടെ നിന്ന് വരുന്ന, യമാമയിൽ നിന്ന് വരുന്ന തുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. പ്രവാചകൻ അദ്ദേഹം ഇനി ഒന്നും പറയാൻ വാക്കില്ല, ഇസ്ലാമിനെ കുറിച്ച് ഒന്നും മോശമായി പറയാൻ വാക്കിയില്ല. അത്രത്തോളം മോശമായി സംസാരിച്ച, അത്രത്തോളം പ്രവാചകനോട് ധിക്കാരപരമായി സംസാരിച്ച പ്രവാചകന് എതിരാളിയായിരുന്നു ഈ സുമാമ. ഈ സ്വഹാബിമാര് അദ്ദേഹത്തെ പിടിച്ചു. കാരണം അദ്ദേഹം ഒറ്റക്കാണ്, സ്വഹാബിമാര് കുറെ ആളുകളുണ്ട്. അവർ പിടിച്ചുകൊണ്ടുപോയി മദീന പള്ളിയുടെ ഒരു തൂണില് അദ്ദേഹത്തെ കെട്ടിയിട്ടു. ഫഖറജ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഇദ്ദേഹത്തെ കാണാമെന്ന് ചോദിച്ചു. മാ ഇൻദക യാ തുമാമ, തുമാമ ഇപ്പോൾ നിനക്ക് എന്ത് പറയാനുണ്ട്? നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അദ്ദേഹം പറഞ്ഞു, മാ ഇൻദി ഫഖാല ഇൻദി ഖൈറുൻ യാ മുഹമ്മദ്, മുഹമ്മദ് എന്റെ അടുക്കൽ എനിക്ക് പറയാനുള്ളത് നല്ലത് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യം, ഇൻ തഖ്തുൽനി തഖ്തുൽ ദാദമിൻ വഇൻ തൻഅം തൻഅം അലാ ശാകിരിൻ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ അർഹത നിങ്ങൾക്കുണ്ട്. അല്ല, എന്നോട് നന്മ ചെയ്യുകയാണെങ്കിലോ അപ്പോൾ ഒരു നന്ദിയുള്ള ഒരു സ്വഭാവം എന്നിൽ കാണുകയും ചെയ്യും. വൈൻ കുന്ത തുരീദുൽ മാൽ,
നിങ്ങൾ പണമാണോ ഉദ്ദേശിക്കുന്നത്? ഫസൽ മിൻ ഉമാ ശിഅത, എത്ര വേണമെങ്കിലും ചോദിച്ചു ഞാൻ തരാം. അത്രയ്ക്ക് ആ നാടിന്റെ യമാമയുടെ അന്നത്തെ നേതാവാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല, തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വന്നു, ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, എന്തുണ്ട് സുമാമ എന്നതിന്റെ വിശേഷം? പ്രത്യേകിച്ച് വല്ലതും പറയാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, അദ്ദേഹം പറയുന്ന മുശ്രിക്കാണ് അദ്ദേഹം, ഇന്നലെ പറഞ്ഞ അതേ വർത്തമാനം എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാം. അല്ല, നിങ്ങൾ എന്നെ വെറുതെ വിടാണോ? നിങ്ങളുടെ ഇഷ്ടം പോലെ. പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസം വീണ്ടും പ്രവാചകൻ തിരിച്ചു വന്ന് ചോദിക്കുന്നു, എന്തുണ്ട് സമാമാനിന്റെ വിശേഷം? അദ്ദേഹം പറഞ്ഞു, അൻദീമാ ഖുൽതു ലക, ഞാൻ ഇന്നലെ പറഞ്ഞതും മിനിഞ്ഞാന്ന് പറഞ്ഞതുമല്ലാതെ പുതിയതൊന്നും പറയാനില്ല. പ്രവാചകൻ സ്വലാസം പറഞ്ഞു, അത്തുലിഖു സമാമ, സമാമയെ വിട്ടോളി, കൊല്ലാനല്ല. ഇത്രയും കാലം പിന്നെ യമാമ പ്രദേശത്ത് പ്രവാചകന് ശത്രുവായി ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച ആ യമാമ ഗോത്രത്തിന്റെ നേതാവ് കയ്യിൽ കിട്ടിയിട്ട് മദീന പള്ളിക്കകത്ത് കിട്ടിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി പറയാണ്, അത്തുലിഖു സമാമ, ഒഴിവാക്കും സമാമയെ. ഇനി കേൾക്കണോ? അദ്ദേഹം പോയി, ഫൻതലക ഇലാ നഖലിൻ ഖരീബിൻ മിനൽ മസ്ജിദ്, ആ പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് പോവുകയാണ്. ഫഖ്തസല, അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കൊണ്ട് കുളിച്ചു. തുമ്മ ദഖലൽ മസ്ജിദ, എന്നിട്ട് പള്ളിയിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്തേ കാരണം? ഒരു തല അവിടെ കിട്ടിയിരുന്ന ആവശ്യമുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ ഉണ്ട്, എല്ലാം കിട്ടിയിരുന്നു. അതല്ല ആവശ്യം, അത് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം പറയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം പറയാ, യാ മുഹമ്മദ് വല്ലാഹി മാ കാന അലാ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക, നിന്റെ മതത്തോളം വെറുപ്പുള്ള മതം എനിക്ക് ലോകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബ ദീനി ഇലയ്യ, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം നിന്റെ ദീനായി മാറിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട്. എന്താ കാരണം? ഇപ്പൊ ചിന്തിച്ചാൽ മതി, ഇത് ഖുതുബ കൂടുതൽ വിശദീകരിക്കാൻ സമയമല്ല. എന്തുകൊണ്ട് ഈ 3 ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതം ഏറ്റവും നല്ല ഇഷ്ടമുള്ള മതമായി മാറി. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക, ഈ മദീനയോളം വെറുപ്പുള്ള ഒരു രാജ്യം എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ബലദുക ഹബ്ബൽ ബിലാദി ഇലയ്യ, ഇന്ന് എനിക്ക് ഈ മദീനയോളം ഇഷ്ടമുള്ള രാജ്യം വേറെയില്ല. 3 ദിവസം കൊണ്ട്. എന്താ കാരണം? ആ മദീന പള്ളിയിൽ വരുന്നത് പ്രവാചകനാണ്, ആ മദീന പള്ളിയിൽ വരുന്ന സ്വഹാബികളാണ്. അവരെയാണ് ഉസാമ ഇങ്ങനെ കാണുക, അവരുടെ സംസാരം, പെരുമാറ്റം, ഇദ്ദേഹത്തോടുള്ള സമീപനം. എന്നാ കെട്ടിട്ടിക്കാന്ന് കരുതിയിട്ട് കള്ളനെ കെട്ടിടന്മാർ കല്ലെടുത്ത് എറിയണമെന്നില്ല. ഏതായാലും കെട്ടിട്ടിക്കല്ല, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അവർ സമയം ഉപയോഗപ്പെടുത്തിയതുമില്ല. ഇവരൊക്കെ ഇദ്ദേഹം കാണുക, എന്താ ഇസ്ലാം മനസ്സിലാക്കി 3 ദിവസം കൊണ്ട്. അദ്ദേഹം പറയാ, പ്രവാചകരെ, എന്നെ നിങ്ങളുടെ അനുയായികൾ പിടിച്ചുകൊണ്ടുവന്നതല്ലേ, അന ഉരീദുൽ ഉംറ, ഞാൻ മക്കത്തേക്ക് ഉംറക്ക് പോവുകയായിരുന്നു. അതും മനസ്സിലായിക്കോളി, മക്കത്തെ മുശ്രിക്കുകൾ ഉംറ ചെയ്തിരുന്നു. ഇതേപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, അതിന് മുമ്പ് അദ്ദേഹം ഉംറക്ക് പുറപ്പെട്ടത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനും ഉംറക്ക് പോവുകയായിരുന്നു. ഫമാദാ തറാ, ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ പോകണമെങ്കിൽ പോകാം, തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കണ്ടോ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ. പ്രവാചകന്റെ ദീനിലേക്ക് അങ്ങോട്ട് വന്നു. ഇനി മനസ്സിൽ പ്രവാചകന, ആ പ്രവാചകൻ എന്ത് പറയുന്നു ഇനി അതാണ്. അങ്ങനെ ഇസ്ലാമിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് പ്രവാചകൻ അറിയേണ്ടത്. വാളുകൊണ്ടല്ല, കൈമുറിച്ചിട്ടല്ല, നാൾ മുറിച്ചിട്ടുമല്ല. ഫബശ്ശറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചു. വഅമറഹു അൻ യഅ്തമിർ, നീ പോയി ഉംറ ചെയ്തോളൂ, കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മ ഖദിമ മക്ക, മക്കത്തെത്തിയപ്പോ ഇദ്ദേഹം സാധാരണ എപ്പോഴും ഉംറക്ക് വരാറുണ്ട്. അപ്പൊ ഉള്ള പ്രകൃതമല്ല ഇപ്പൊ വന്നപ്പോ. അവ മക്കാർ ചോദിച്ചു, സ്വബൗത്ത, ഇജെന്താ മതം മാറിയോ? നീ മതം മാറിയോ? അദ്ദേഹം പറയല്ല, വലാകിൻ അസ്ലംതു മഅ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മതത്തിൽ വിശ്വസിച്ചു, ഞാൻ മുഹമ്മദ് നബിയുടെ കൂടെ മുസ്ലിമായി. ഇനി അറിയണോ, ഈ യമാമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മക്കക്കാർക്ക് പിന്നാളെ ഗോതമ്പ് വന്നിരുന്നത്. കാരണം അത്രയ്ക്ക് വലിയ മുതലാളിയെ മൂപ്പര്. ആ യമാമയിൽ നിന്നാണ് മക്കക്കാർക്ക് തിന്നാനുള്ള ഗോതമ്പ് വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ലാ യഅതീകും മിനൽ യമാമത്തി ഹബ്ബതു ഹിൻതത്തിൻ ഹത്താ യഅദന ഫിഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ അനുവാദമല്ലാണ്ട് ഇനി ഒരു മണി ഗോതമ്പ് പോലും ഞാൻ അവിടെ നിങ്ങോട്ട് പറഞ്ഞേക്കൂല. അത്രത്തോളം റസൂലിനെ സ്നേഹിക്കാൻ, റസൂലിന്റെ ആളായി നിമിഷം കൊണ്ട് മാറാൻ എന്തായിരുന്നു കാരണം? അതുകൊണ്ട് സഹോദരന്മാരെ, വസ്തുതകളെ വസ്തുതയായി, അത് വസ്തുതാപരമായി മനസ്സിലാക്കുക. വിവേകമല്ല, നമുക്ക് വിവേകമാണ് വേണ്ടത്, വികാരങ്ങളല്ല വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
സത്യം ഉൾക്കൊണ്ട് ആ സത്യം അനുസരിച്ച് ജീവിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മാന്യന്മാരായി നല്ലവരായും ഇസ്ലാമിന്റെ അഭിമാനങ്ങളായി ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ സംബന്ധിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കൂട്ടത്തിലൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ അസഭ്യങ്ങൾ പറയാറുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരം വല്ലതും കേൾക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള സംസാരം. ഇപ്പോഴാ പ്രവാചകന്റെ കാർട്ടൂൺ മുഖചിത്രമായി ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പ്രചരിക്കാൻ പോവുകയാണ്, പ്രചരിച്ചു തുടങ്ങിയത്. പല ആളുകളും പ്രതികൂലമായി അനുകൂലമായും ഒക്കെ സംസാരിക്കുന്നവരുണ്ടാകും. നമ്മൾ ഇസ്ലാമികമായി തന്നെ മുന്നോട്ട് നീങ്ങുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക. ഒപ്പം നമ്മുടെ നാവിലൂടെ ഒരു അനാവശ്യ വാക്ക്, ഒരു തെറി അതിന്റെ പേരിൽ വരാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം ആളുകളുള്ള സമീപനം എന്ത് ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകനോട് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഉദ്ഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണം റസൂലേ, മുശ്രിക്കുകൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണം റസൂലേ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ അവരെ കൊണ്ട്. അപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖാല ഇന്നി ലം ഉബ്അസ് ലആന, ഞാൻ ശപിക്കുന്നവരായി നിയോഗിക്കപ്പെട്ടവനല്ല, ജനങ്ങളെ മുഴുവൻ ശപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യമാണ്, ഞാൻ കാരുണ്യത്തിന്റെ ഉടമയായി നിയോഗിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ ശപിക്കേണ്ടവനല്ല, ശപിക്കാൻ പറ്റുന്നവനുമല്ല. അങ്ങനെ ഓരോരുത്തരും ശപിക്കാനും ചീത്ത പറയാനൊക്കെ തുടങ്ങിയാൽ ഒരിക്കലും ഇസ്ലാം പ്രചരിക്കുമായിരുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാ? 5000-ൽ അധികം ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമ്മിലേക്ക് എത്തിച്ചു തന്ന പ്രഗത്ഭനായ പ്രവാചകന്റെ അരുമ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഉമ്മ മുസ്ലിം ആയിട്ടില്ല. ഒരുപാട് കാലം അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. ആ ഉമ്മ വീട്ടിൽ നിന്നിട്ട് പ്രവാചകനെ ചീത്ത പറയും, ഇസ്ലാമിനെ ചീത്ത പറയും, പലതും പറയും. അദ്ദേഹത്തിന് മനസ്സ് വേദനിക്കുന്നുണ്ട്. ഞാൻ ഉമ്മാനെ നാളെ കൊണ്ട് മുറിച്ചിടുക തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ ഇതാ എന്റെ ഉമ്മ ഈ അവസ്ഥയിലാണ്, അത് കരഞ്ഞിട്ടാ വരുന്നത്. നിങ്ങൾ പറയാ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ റസൂലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബൂ ഹുറൈറ. അവരൊന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബേ ആരെങ്കിലും ഞങ്ങളുടെ പ്രവാചകനെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രവാചകനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റബ്ബേ നീ നന്മ പഠിപ്പിച്ചു കൊടുക്കണേ, അവർക്ക് നീ ഹിദായത്ത് നൽകണേ, അവരെയും നീ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പാപം പൊറുക്കാനല്ല, കാഫിറുകളായ മുശ്രിക്കുകളായ ആളുകളുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ വേറെ നിയമമാണ്. അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഇസ്ലാമിന്റെ വഴിയിലേക്ക് അവർ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രവാചകൻ പ്രാർത്ഥിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്. അബൂ ഹുറൈറ ഇത് കേട്ടിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നപ്പോ ഉമ്മ നിൽക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞു മോനോട് അവിടെ നിൽക്ക്, വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയാം അവിടെ നിൽക്ക്. എന്നിട്ടാ ഉമ്മ പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സ്വീകരിച്ചു, ഞാൻ അംഗീകരിച്ചു, മുസ്ലിമായി. പ്രവാചകന്റെ പ്രാർത്ഥന അവിടെ പഠിച്ചു. ഈ ഒരു കുറച്ച് അദ്ദേഹം ഈ ഉമ്മ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകന്റെ കൂടെ നിന്നതിന്റെ പേരിൽ വല്ല മോശമായ സമീപനങ്ങളും ആ അബൂ ഹുറൈറ കാണിച്ചിരുന്നെങ്കിൽ എന്താ ഉമ്മ പറയാ? കണ്ടോ, ഈ ആദ്യം എത്ര നല്ല സ്വഭാവത്തിന്റെ ആളായിരുന്നു, മുഹമ്മദിന്റെ കൂടെ കൂടിയുണ്ട്, സ്വന്തം ഉമ്മയോടുകൂടി പോലും മാന്യമായി പെരുമാറാൻ നീ മറന്നുപോയല്ലോ എന്ന് പറയും ആ ഉമ്മ. ആ ഉമ്മാൻ ഇസ്ലാമിലേക്ക് കിട്ടൂല. ശരി, അദ്ദേഹം സന്തോഷം കൊണ്ട് കരഞ്ഞ് പ്രവാചകനടുക്കലേക്ക് ഓടി വന്നു.
സന്തോഷത്തോടുകൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. ഖുൽതു യാ റസൂലല്ലാഹ് അബ്ശിർ ഖദ് ഇസ്തജാബ അല്ലാഹു ദഅവതക വഹദാ ഉമ്മ അബീ ഹുറൈറ. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അബൂ ഹുറൈറ പറയാണ്, റസൂലേ, എന്നെയും എന്റെ ഉമ്മയെയും ജനങ്ങളുടെ മനസ്സിൽ എന്നും പ്രിയങ്കരാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോൾ അത് മനസ്സിന് അഭിമാനം തന്നെയാണ്. അപ്പൊ അവരുടെയൊക്കെ ജീവിതമാണ് നമുക്ക് ഈ വിഷയത്തിൽ മാതൃക. ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നിടത്ത് പോലും നമ്മൾ സ്വീകരിക്കേണ്ടുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചു തന്നു. അതൊരിക്കലും വ്യക്തിപരമാകാൻ പാടില്ല. എന്റെ വാപ്പ ഇസ്ലാമിന് വിരുദ്ധമായി ഒരു കാര്യം പറഞ്ഞാൽ വാപ്പാന്റെ തലയെടുക്കാൻ എനിക്ക് അനുവാദമല്ല. ഇസ്ലാമിക രാജ്യത്ത് പോലും ഞാൻ സൗദി അറേബ്യ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ വാപ്പ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ എന്റെ വാപ്പാന്റെ കൈമുറിക്കാൻ എനിക്ക് അവകാശമില്ല. അത് നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ഭരണകൂടമാണ്, അത് ഇസ്ലാമിക ഗവൺമെന്റാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക രാജ്യത്ത് 10 കൊല്ലം ക്ഷമിക്കല്ലായിരുന്നു, സഹിക്കല്ലായിരുന്നു. എത്ര അടിയും എത്ര തുപ്പും എത്ര പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളോട് നമുക്ക് കുറച്ച് കരാട്ട പഠിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ആരെയും രഹസ്യമായി കൊണ്ടുപോയിട്ടില്ല. മദീനത്തേക്ക് പോയി പിന്നീടുള്ള സംഭവവികാസങ്ങളൊക്കെ നടന്ന് ഇസ്ലാമിക സൊസൈറ്റിയും രാജ്യം രൂപപ്പെട്ടപ്പോൾ ഒരു പട്ടാളവും ഒരു നിയമങ്ങളും ഒരു സംവിധാനമൊക്കെ വന്നപ്പോ അവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. അത് വ്യക്തി ചെയ്യേണ്ട കാര്യമല്ല. വ്യക്തിപരമായി എനിക്ക് എന്റെ ഭാര്യയെ ഉപദേശിക്കാം, ചിലപ്പോൾ അടിക്കേണ്ട രംഗങ്ങൾ വരുമ്പോൾ അടിക്കാം, പിന്നെ മക്കളെ എനിക്ക് ഉപദേശിക്കാം, അടിക്കേണ്ട ആവശ്യം വരുമ്പോൾ അടിക്കാം, അതൊക്കെ വേറെ വിഷയം. അതല്ലാത്ത ഇസ്ലാമിൻ്റെതായ നിയമങ്ങൾ ഹദ്ദുകൾ നടപ്പിലാക്കാൻ വ്യക്തിപരമായ ഒരാൾക്കും അവകാശമില്ല. ഇസ്ലാമിൽ അതിൻ്റെതായ പൊതുവായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഒരിക്കലും എതിരാളികളുടെ നാശമോ അവരുടെ പതനമോ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറിച്ച് അവർ ഹിദായത്തിന്റെ വഴിയിലേക്ക് വരണം, അവർ നന്മയിലേക്ക് വരണം. ദൗസ് ഗോത്രം ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്നു. ആ ദൗസ് ഗോത്രത്തിന് കുറച്ച് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവര് ആ വരാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പൊ ഈ ആളുകൾ ഈ കൂട്ടർ കളിയാക്കാനും പരിഹസിക്കാനും ചീത്ത പറയാൻ തുടങ്ങി. അവരെല്ലാവരും കൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു, മുസ്ലിങ്ങളായ ആളുകൾ. എന്നിട്ട് പറയാണ്, പ്രവാചകരെ, ഇന്ന ദൗസൻ അസത്ത് വ അബത്, ദൗസ് ഗോത്രം ഇതാ നിങ്ങളെ ധിക്കരിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, പലതും ചെയ്യുന്നു. ഫദുഉല്ലാഹ അലൈഹ, അവർക്കെതിരെ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ചില ആളുകൾ പറയും ചെയ്തു, ഹലക്കത്ത് ദൗസ് നശിക്കട്ടെ. അപ്പൊ പ്രവാചകൻ പറയാ, അല്ലാഹുമ്മ ഹുദി ദൗസ, അല്ലാഹുവേ ദൗസിന് ഹിദായത്ത് കൊടുക്ക്, അവരുടെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോവാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതെ, ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവർ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ വക്താക്കളായ നമ്മൾ സ്നേഹത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ ഏതൊരു നിലക്ക് പ്രവാചകൻ അള്ളാഹ് പരിചയപ്പെടുത്തിയോ ആ രൂപത്തിൽ ജീവിച്ച് സമൂഹത്തിൽ നമ്മൾ മാതൃകയായാൽ അപ്പൊ നമ്മിലൂടെ ജനങ്ങൾ ഇസ്ലാമിനെ അറിയും. ഇതാണ് ഇസ്ലാം. നമ്മൾ ഇനി എന്ത് തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടും കാര്യമല്ല, എന്ത് ചിത്രം വരച്ചിട്ടും കാര്യമില്ല എന്ന് ശത്രുക്കൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ നന്നാവുക. അതല്ലാണ്ട് നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ ആയി മാറിയാലോ അപ്പൊ അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ സൗകര്യവുമായി ആ ഒരു പോയിന്റ് നമ്മൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ചിന്തിക്കാനും പഠിക്കാനും നല്ലവരായി ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, 2-3 സുഹൃത്തുക്കൾ പിന്നെ അവരുടെ കുടുംബത്തിലുള്ള പല ആളുകളുടെയും രോഗങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയെല്ലാം രോഗം വളരെ പെട്ടെന്ന് അവർക്ക് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണമെന്നുകൂടി പ്രത്യേകം ഉപദേശിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ഇന്ന് ഒരു കളക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ ഹൗലുമായി ബന്ധപ്പെട്ടുകൊണ്ടും വേറെ 1-2 കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുള്ളത് കൊണ്ട് സാമ്പത്തികമായ ചില ആവശ്യങ്ങളുണ്ട്. എല്ലാ സഹോദരന്മാരും സഹോദരികളും സഹായിക്കണം, സഹകരിക്കണം എന്നറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അറിവും മര്യാദയും വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ റഹീമനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ തക്കതായ പ്രതിഫലം അല്ലാഹു തആലക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مريضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين.